എത്ര മരുന്ന് വെച്ചാലും ഉണങ്ങാത്ത മുറിവുകളും ഉണ്ട് നന്ദിനി. ചിലപ്പോ ശരീരത്തിന്റെ അവയവങ്ങൾ ചിലത് മുറിച്ചു കളയേണ്ടി വരും. ഏട്ടന്റെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് തന്നെയാ ഞാൻ. അപ്പോ ഏട്ടത്തിയെ ഏട്ടൻ ഉപേക്ഷിക്കാനാണോ ഈ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമില്ല. ഏട്ടത്തി ഇല്ലാതെ ഏട്ടന് ജീവിക്കാൻ പറ്റുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ 1-2 ദിവസം മാറിയൊരു മുറി പോയി കിടന്നെന്ന് വെച്ച് ഏട്ടത്തിയെ വേണ്ടെന്ന് വെക്കാൻ ഏട്ടന് പറ്റില്ല. ഏട്ടത്തി, ഏട്ടത്തിക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥയോ? എന്ത് കഥ? ഇത് ഒരു വറീത് മാപ്പിളയുടെയും ഏലിക്കുട്ടിയുടെയും കഥയാ. അതാരാ ഈ ഏലിക്കുട്ടിയും വറീത് മാപ്പിളയും? എന്റെ ചെറിയമ്മയുടെ വീടിന്റെ കുറച്ചു മുകളിലായിട്ടാ അവരുടെ വീട്. ഞങ്ങളുടെ വീടിന്റെ താഴെ സായിപ്പിന്റെ തോട്ടമെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു റബ്ബർ തോട്ടമുണ്ട്. അവിടുത്തെ റബ്ബർ വെട്ടുകാരനായിരുന്നു ഈ വറീത് മാപ്പിള. കള്ള് കുടിച്ചിട്ട് എന്നും രാത്രി വറീത് മാപ്പിള ഏലിക്കുട്ടിയെ എടുത്തിട്ടടിച്ച് ശരിയാക്കും. ഏലിക്കുട്ടി നിലവിളിച്ചോണ്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. നാട്ടുകാര് കൂടും, വഴക്കാകും. ചില രാത്രികളില് എന്റെ ചെറിയമ്മയുടെ വീട്ടിലാ ഈ ഏലിക്കുട്ടി പേടിച്ചു വന്നിരിക്കുന്നത്. ഒരു കഥയിലെന്താ ഇപ്പൊ ഇത്രയും വലിയ പ്രത്യേകത? പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ എന്നും രാവിലെ റബ്ബർ വെട്ടാൻ വറീത് മാപ്പിളയ്ക്ക് കൂട്ടായിട്ട് തോട്ടത്തിലൂടെ ടോർച്ചടിച്ച് മുന്നിൽ പോകുന്നത് നമ്മുടെ പാവം ഏലിക്കുട്ടിയാ. തലേന്ന് രാത്രി എത്ര തല്ലുകൊണ്ട് കരഞ്ഞു നിലവിളിച്ചോടിയാലും പിറ്റേന്ന് വെളുപ്പിനെ 4 മണി കഴിയുമ്പോ റബ്ബർ വെട്ടാൻ ഏലിക്കുട്ടി വറീത് മാപ്പിളയ്ക്കൊപ്പം തോട്ടത്തിലുണ്ടാവും. ഇനി ഏട്ടത്തി പറ, അതും ഒരു സ്നേഹമല്ലേ? ഏട്ടത്തി, തല്ലും വഴക്കും ബഹളം എല്ലാം ഉണ്ടെങ്കിലും അവര് തമ്മിലുള്ള സ്നേഹം അത്രയ്ക്ക് വലുതായിരുന്നു. നന്ദിനി, എന്താടി നീ എന്തിനാ കരയുന്ന? എടി, കരച്ചില് നിർത്താൻ. എനിക്ക് എന്റെ അച്ഛനമ്മ ഓർമ്മ വന്നു. മതി മതി, നീ ഇങ്ങോട്ട് വന്ന് ബാക്കി ദോശ ചുട്ടെ. ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരു വറീത് മാപ്പിളയും ഏലിക്കുട്ടിയും, നല്ല കഥ തന്നെ. വാ ഇങ്ങോട്ട് വരാൻ. വന്നേ, വാ. എന്താ ഇത്? ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടാ. ബ്രേക്ക്ഫാസ്റ്റ്? ഗൗരി, ഗൗരി, ഇവിടെ ആരുമില്ലേ? എന്താ നീലേ, എന്തിനാ വിളിച്ചേ? എടി, എനിക്ക് ഭക്ഷണം തരാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അയ്യോ, ഞാൻ കേട്ടില്ല. ഗൗരി, ദേ, നീ ഈ വീട്ടിലെ പെൺകുട്ടിയാ, എന്റെ അനിയത്തിയാ. എനിക്ക് ആഹാരം തരാനുള്ള കടമ നിന്റേതാ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിളമ്പുന്ന ആഹാരം ഇനി ഞാൻ കഴിക്കില്ല. ഏട്ടൻ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്നും ഏട്ടൻ ആഹാരം വിളമ്പി തരുന്നത് ഏട്ടത്തിയല്ലേ? ഏട്ടന് മാത്രമല്ലല്ലോ, ഇവിടെ ഡൈനിങ് ടേബിളില് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സ്വാതിയേട്ടത്തിയല്ലേ ഭക്ഷണം വിളമ്പുന്നത്? അതിലെന്താ ഇപ്പൊ ഒരു പ്രത്യേകത? ഏട്ടൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. മിണ്ടരുത് നീ. നീ ഉപ്പേന്റെ ശത്രുപക്ഷത്താ. ഈ ആഹാരം എന്ന് പറയുന്നതേ എന്തെങ്കിലും ഇട്ട് വിശപ്പടക്കാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം മാത്രമല്ല, അത് രുചിയോടെ കഴിക്കാനുള്ളതാ. ആഹാരം കഴിക്കുമ്പോ നമ്മുടെ വയറ് മാത്രമല്ല, മനസ്സ് നിറയണം. അതിന് ചില യോഗ്യതകൾ ആഹാരം വിളമ്പി തരുന്നവർക്കും വേണം. നീല പറഞ്ഞത് സത്യവാ.
ഒരിക്കൽ ചതിക്കുന്ന ആളെ പിന്നീട് വിശ്വസിക്കരുതെന്നാ പ്രമാണം. ഒരു വീടിന്റെ അധികാരം പിടിച്ചെടുക്കാനും ശത്രുത തീർക്കാനും ആഹാരത്തിൽ സൈനൈഡ് കലർത്തിക്കൊടുത്ത പെണ്ണുങ്ങളുടെ കഥ കേട്ട് നമ്മൾ ഞെട്ടിയതേ ഈ അടുത്ത കാലത്താ. ഡേ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ ദുഷ്ടത നിറഞ്ഞ മനസ്സിലിരിപ്പ് ഇവിടെ വിളമ്പരുത്. ഇത്രയും നാൾ എന്റെ ഭർത്താവിന് വിളമ്പി കൊടുത്തിരുന്നത് ഈ ഞാൻ തന്നെയാ. അന്നൊക്കെ ഏട്ടനത് നല്ല രുചിയോടെ തന്നെയാ കഴിച്ചത്. ഓ, അന്നൊക്കെ നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ പോലും ഈ ഏട്ടൻ അത് കുടിച്ചിരുന്നില്ല. അത് നീ സയനൈഡ് കലക്കി കൊടുക്കുമെന്നുള്ള ഭയം കൊണ്ടല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ഇഷ്ടം? ഞാൻ എന്റെ ഏട്ടന് വിളമ്പി കൊടുത്തിരുന്നത് എന്റെ മനസ്സുകൊണ്ടാ. അല്ല, എന്നിട്ട് നീലെന്തിനാ എന്നോട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞേ? നിന്റെ മനസ്സെന്താ ഇപ്പൊ കരിഞ്ഞു പോയോ? അല്ലെങ്കിൽ 1000 നന്മ ചെയ്തു കൊടുത്താലും ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നതാ ചില മനുഷ്യരുടെ ശീലം. ഏട്ടനും ആ ഗണത്തിൽപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അതെ, ഞാനൊരു സാധാരണ മനുഷ്യനാ. ചെറിയ തെറ്റുകൾ കണ്ടാൽ പോലും ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോ ഇതുപോലെ പൊട്ടിത്തെറിക്കും. പക്ഷേ ഒപ്പം രാവും പകലും ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിട്ട് പിന്നിൽ നിന്ന് ഇതുപോലെ ചതിച്ച അതങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റിയെന്ന് വരില്ല. നീ വിളമ്പിത്തരുന്ന ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിനേക്കാളും നല്ലത് വല്ല വിഷവും വാങ്ങി കഴിച്ച് മരിക്കുന്നതാ. ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കരുത്. ഏട്ടാ, നീൽ, ഒരു നിമിഷം. എടുത്തോളൂ. എന്താ ഇത്? ഇത് ക്ഷേത്രത്തില് പൂജിച്ച പ്രസാദമാ. ഇത് നീലിന് നേർക്ക് നീട്ടിയത് ഞാനല്ല, ഈശ്വരൻ തന്നെയാ. ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? ഈശ്വരന്റെ പ്രസാദം നാവില് തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്നത് ഐശ്വര്യം തന്നെയാ. ദാ കഴിക്ക് നീൽ. എടുത്തോളൂ നീൽ, ഭഗവാന്റെ നിവേദ്യമാണ്. താങ്ക് യു നീൽ. പോകുന്ന കാര്യം പോസിറ്റീവ് ആയിരിക്കട്ടെ. നീൽ ഇനി പോയിക്കോളൂ.
ഗൗരി വാ. ഏട്ടത്തി ഇതവളെ ഏതാണ്ട് കൂടോത്രം ചെയ്തു കൊടുത്തതാ. നീലേ, നീ ഡോക്ടർ ശ്രീദേവിയെ കാണാനല്ലേ പോകുന്നേ? അതെ. എന്നിട്ടെന്താ സ്വാതി കൂടെ കൊണ്ടുപോകത്തെ? ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നീ മാത്രം പോയിട്ട് എന്താ കാര്യം? സ്വാതി കൂടെ ഇല്ലാതെ അവർക്ക് എങ്ങനെ പരിശോധന നടത്താൻ പറ്റും? അത് പിന്നെ ആദ്യം ഞാൻ പോയി ഡോക്ടർ ആൻറ്റി ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ടാവാം ഒരുമിച്ചുള്ള മീറ്റിങ്ങും പരിശോധനയും ഒക്കെ. ഷേ, നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഇതേ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന പോലെയല്ല ഒരാൾ പോയിട്ട് അടുത്ത ആൾ പോവാൻ. എടുത്തു മാറ്റേണ്ടതേ പുറമേയുള്ള ചെറിയ പാടുകളല്ല, അകത്തേറ്റ മുറിവുകളാണ്. അതിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. സ്വാതി, സ്വാതി, ഹോസ്പിറ്റലിൽ പോവാൻ ഇവൻ നിന്നെ വിളിച്ചില്ലേ? ഇല്ല. അത് കൊള്ളാം. നീ എന്ത് മണ്ടത്തരാ മോളെ കാണിക്കുന്നേ? എടാ, പിണക്കവും പരിഭവവും ഇല്ലാത്ത കുടുംബങ്ങളില്ല. പരസ്പരം ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ചെയ്യാത്ത ഭാര്യാഭർത്താക്കന്മാരും ഇല്ല. എന്ന് കരുതി ഇതുപോലൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഭാര്യയെ ഒഴിവാക്കിയാണോ പോകുന്നത്? മോളെ ചെന്ന് വണ്ടി കയറ്. ഹാ, ചെല്ലാൻ. നീലേ, സ്വാതിയും കുട്ടി ഡോക്ടറെ കണ്ടിട്ട് വാ. ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. മോളെ, ചെന്ന് കയറ്. നീലേ, എടാ വണ്ടി നിർത്താൻ. സാരമില്ല മോളെ, അവന്റെ ദേഷ്യം ഇതുവരെ മാറിയില്ല. നിന്നെ ഞാൻ കൊണ്ടുവിടാം. അത് വേണ്ടച്ചാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. ഞാനും കൂടി വരാം ഏട്ടത്തി. വേണ്ട, ഞാൻ തനിച്ച് പൊയ്ക്കോളാം. അച്ഛൻ ഞാൻ പോയിട്ട് വരാം. അതിന് ശ്രീദേവിയുടെ ക്ലിനിക്ക് നിനക്കറിയാമോ? അത് സാരമില്ലച്ചാ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒറ്റയ്ക്കായാലും ഈ ഭൂമിയിൽ ജീവിച്ചല്ലേ പറ്റൂ. മോളെ, നീ എവിടേക്കായി നടന്നു പോകുന്നേ? വണ്ടി എടുത്തോണ്ട് പോ. വേണ്ടച്ചാ, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം. ഡോക്ടറിന്റെ ക്ലിനിക്ക് ഓട്ടോക്കാരൻ അറിയാതിരിക്കില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. ഏട്ടന്റെ ഈ പ്രവൃത്തി ഇത്തിരി കൂടിപ്പോയി വല്ലച്ച. പാവ ഏട്ടത്തിയുടെ മനസ്സ് എത്ര വിഷമിച്ചു കാണും. അവൻ ചെയ്തത് തെറ്റാ, പക്ഷെ ഇതൊക്കെ വരുത്തി വെച്ചതാരാ? അവളും നീയും ചേർന്നല്ലേ? അവന്റെ മനസ്സിനേറ്റ മുറിവുണങ്ങുന്നവരെ ഇതുപോലുള്ള അവഗണനകളും അധിക്ഷേപങ്ങളും ഇനിയും ഉണ്ടാവും.
തൽക്കാലം അത് സഹിക്കല്ലാതെ വേറെ മാർഗമില്ലാന്ന് സ്വാതിയോടും പറഞ്ഞേക്ക്. ഞാൻ കുറിച്ച് തന്ന മരുന്ന് ഒരാഴ്ച കഴിച്ചു നോക്കൂ, എന്നിട്ട് വരൂ. അപ്പൊ നമുക്ക് നോക്കാം. ആ ശരി ശരി, ഓക്കെ. ആന്റി, ആഹാ, ഇതാരാ? വാ വാ, ഇരിക്ക്. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. അല്ല, സ്വാതി എവിടെ? അല്ല അത് പിന്നെ അത് ആന്റി, സ്വാതി എന്റെ കൂടെ അല്ല വന്നത്. അതെന്തു പറ്റി? നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? അല്ല, ഞാൻ തനിച്ചാ വന്നത്. അതെന്താ നീൽ, പിണക്കവും പരിഭവവും ഒക്കെ ഡോക്ടറെ കാണാൻ വരുമ്പോഴും ആവശ്യമുണ്ടോ? ആന്റി, അവളെയും കൂട്ടി ഒരുമിച്ച് വരാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഇത്രയും നാൾ ഈ മനസ്സിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ആന്റി, എനിക്ക് പറയാനുള്ളത് ആന്റി ഒന്ന് കേൾക്ക്. നീൽ, നിനക്ക് പറയാനുള്ളത് കേൾക്കാൻ തന്നെയാ ഞാൻ വരാൻ പറഞ്ഞത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടി മാത്രമേ സംസാരിക്കാനാവൂ. നീലൊരു കാര്യം ചെയ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. സ്വാതിയും കൂടി വരട്ടെ, നമുക്ക് സംസാരിക്കാം. അല്ല ആന്റി, ആ എല്ലാം കേൾക്കാം. സ്വാതി വരട്ടെ. ഹലോ ശ്രീദേവി. മഹേഷേട്ടാ, നീൽ ഇവിടെ വന്നു, പക്ഷേ സ്വാതി എത്തിയിട്ടില്ല. സ്വാതിയെ കൂട്ടാതെയാ അവൻ അങ്ങോട്ട് വന്നത്. അവളുപ്പങ്ങെത്തും. അവനെവിടെ? കുറച്ചു സമയം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വാതിയെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് വന്നതിലുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. സ്വാതി വന്നിട്ട് സംസാരിക്കാന്ന് ഞാൻ പറഞ്ഞു. ആളല്പം ഇറിറ്റേറ്റഡ് ആയിട്ടാ പുറത്തേക്ക് പോയത്. ഇനി പിണങ്ങി പൊയ്ക്കളയോ? ഹേ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും സ്വാതി വന്നിട്ട് സംസാരിച്ചാൽ മതി. ആ ശരി മഹേഷേട്ടാ, ഞാൻ വിളിക്കാം. അവനാണടി ആൺകുട്ടി. അവളെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിലേ പിന്നെ അവൻ എന്ത് വിലയടി മക്കളെ. ആ സ്വാതിയുടെ മുഖത്തെ ചമ്മലൊന്ന് കാണേണ്ടതായിരുന്നു. രണ്ടുപേരും കൂടി ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. ഈ ഡോക്ടർ ശ്രീദേവിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അതിനെന്താ ഇത്ര അന്വേഷിക്കാനിരിക്കുന്നത്? വെല്ലിച്ചന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ആന്റിയാ. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ വരുമായിരുന്നു. അവരൊരു പാവം ഡോക്ടറാ വേദേ. അത്രയ്ക്ക് പാവമൊന്നും അല്ലെന്നാ ഡാനി അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റില് പേരുകേട്ട സ്പെഷ്യലിസ്റ്റാ ഡോക്ടർ ശ്രീദേവി. എന്തോ നോട്ടിലാക്കിന്ന്? ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അതെന്തോ അടി കൊച്ചേ, നീ ഒന്ന് തെളിച്ച് പറ. ഹാ, പറയാം. പക്ഷേ അത് കേൾക്കുമ്പോ അമ്മായി ഞെട്ടരുത്. ഈ കുഞ്ഞുങ്ങളുണ്ടാവാതെ ഒരുപാട് കൊല്ലങ്ങളായി നിരാശ ബാധിച്ച് ജീവിക്കുന്നവരുടെ ദേവിയാ ഡോക്ടർ ശ്രീദേവി. എന്തോ നടിയുള്ളി പറയുന്നത്? എന്റെ അമ്മേ, വേദ പറയുന്നത് വേറൊന്നുമല്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറയുന്ന ദമ്പതിമാർക്ക് പോലും വിദഗ്ധ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുന്ന മിടുക്കിയായ ഡോക്ടറാ വേദ പറയുന്ന ഡോക്ടർ ശ്രീദേവി. എന്റെ ദൈവമേ, ചതിച്ചോ? എടി കൊച്ചേ, പിന്നെ അവളുടെ അടുത്ത് നീ എന്തിനാ അവനെ പറഞ്ഞയച്ചത്? വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? ഇനിയിപ്പോ ഉള്ള മനസ്സമാധാനോടെ പോയി കിട്ടിയല്ലോ എന്റെ ദൈവമേ. അമ്മായി ഒന്നുകൊണ്ടും പേടിക്കണ്ട. സ്വാതിയുടെയും നീലിന്റെയും കാര്യത്തില് ഇനി ഒരു മാറ്റവും സംഭവിക്കില്ല. അതിനെന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. ഡോക്ടർ ശ്രീദേവിയേക്കാൾ മിടുക്കിയായ ഒരു ഡോക്ടറാ അവൾക്ക് ഈ സർജറി നടത്തിയത്. ആ ഡോക്ടറുടെ നിഗമനങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല. അല്ല, ആ ഡോക്ടർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊച്ചേ? പറഞ്ഞു. ഏത് വിദഗ്ധ ഡോക്ടർ എത്ര ചികിത്സ നൽകിയാലും സ്വാതിക്ക് കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണെന്നാ ആ ഡോക്ടർ പറഞ്ഞത്. ആശ്വാസമായി. അല്ല, ആ ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാവൂടി കൊച്ചേ? വിശ്വസിക്കാം. 100% വിശ്വസിക്കാം. അത്രയ്ക്ക് മിടുക്കിയ ഡോക്ടർ. എന്റെ ഈശ്വരാ,
എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. എന്റെ ഭഗവാനെ, ഇനി ആ ഡോക്ടർ ചികിത്സിച്ചിട്ട് ആ പെങ്കൊച്ചിനെ പ്രസവിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ഹോ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മഹേഷേട്ടൻ പറഞ്ഞു. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങൾക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? ആദ്യം നീൽ പറയൂ.